ആരാ? നമ്മുടെ അഭിലാഷ് ആട്ടായം. ഈ ആട്ടായത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മീഡിയ കാണുമ്പോഴത്തേനും അങ്ങ് ആറാടും, അഴിഞ്ഞാടും, തൊലഞ്ഞാടും അനീഷ് ആട്ടായം. അപ്പോൾ രേണു എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാന്യദേഹമായിട്ടുള്ള ഈ ദേഹം പറയുന്ന ആ നാക്കിട്ടുള്ള കറക്കലിനെ നമുക്കൊന്ന് ന്യായീകരണം കേൾക്കാം. ശ്രദ്ധിച്ച് കേട്ടോണേ, ഇതൊക്കെയാണ് ഇതിൻ്റെ ന്യായീകരണങ്ങൾ പറഞ്ഞത്. രേണു സുധി എന്ന് പറഞ്ഞ ആ കുട്ടി ചുണ്ട് പൊട്ടിയപ്പോ ഒന്ന് കാണിച്ചത്, എന്റെ ചുണ്ട് പൊട്ടിയിരിക്കണമെന്ന് കാണിച്ചൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ വേറെ രീതിയിൽ എഡിറ്റ് ചെയ്ത് ഏതോ കുറെ ഇല്ല, ഇത് ഏത് രീതിയിലാണ് വേറെ രീതിയിൽ എഡിറ്റ് ചെയ്തേ? അവർ നാക്കിട്ട് കറക്കുന്ന, അവരുടെ നാക്കിന് നമ്മൾ വലിച്ച് പുറത്തെടുത്തിട്ട് നമുക്കിട്ട് കറക്കാൻ പറ്റുമോ? അവർ കറക്കിയത് തന്നെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്തിട്ടത്. അത് വേറെ ഏത് രീതിയിൽ എഡിറ്റ് ചെയ്തു? അത് വേറെ രീതിയിൽ എഡിറ്റ് ചെയ്തു എന്ന് അഭിലാഷ് ആട്ടായം തെളിയിക്കുവാണെങ്കിൽ ഞാൻ അഭിലാഷ് ആട്ടായം പറയുന്ന പോലെ പറയുന്നു. അഭിലാഷ് ആട്ടം തെളിയിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഈ താടി അങ്ങ് ഷേവ് ചെയ്ത് കളയും. അഭിലാഷ് ആട്ടായം തെളിയിക്കുക അത് വേറെ രീതിയിലാണ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടാണ്. അവർ കാണിച്ച അതേ രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടത്. ഇപ്പോഴും ന്യായീകരിക്കുന്നു. തൊലിക്കൊട്ടി ഭയങ്കരം തന്നെ. എന്റെ ചുണ്ട് പൊട്ടിയിരുന്ന ആ ചുണ്ട് പൊട്ടിയത് കാണിച്ചതാണ്. അതിനെന്തിനാണ് അവരെ എങ്ങനെ തേജോവധം ചെയ്യണത്? എനിക്ക് അയ്യോ, പാവത്തിന്റെ ഒരു നല്ല മനസ്സ്. ചുണ്ട് പൊട്ടിയിരുന്നത് കാണിച്ചതാ. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ചുണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണോ കാണിക്കുന്നത്? അപ്പോഴേ വീഡിയോ ഓൺ ചെയ്യും, അല്ല സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അതിനകത്ത് ഒരു ലൈവ് ഓൺ ചെയ്തിട്ട് ഇങ്ങനെ വിളിച്ചു ചുണ്ട് പൊട്ടിയിരിക്കുവാണ്. അങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിലൊക്കെ പൊതുവെ സംഭവിക്കാറ്? അപ്പോഴേ ക്യാമറ ഓൺ വെച്ചിട്ട് ചുണ്ട് പൊട്ടിയിരിക്കുന്ന കാണിക്കാറാണോ? ആ കൊച്ചു എങ്ങനെയും ജീവിച്ചു പോട്ടെ, ഒരു ചുണ്ട് പൊട്ടിയത് ആ കൊച്ചി എങ്ങനെയെങ്കിലും ജീവിച്ചു. എടോ, ഈ സെന്റൻസ് നിനക്കൊന്ന് നിർത്താറായില്ലേ? എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചോട്ടെ. ഞാൻ നാളെ മുതലേ ഞാൻ നിന്നെ പൂര തെറി വിളിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഇവിടെ വന്ന് എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കട്ടോ. അങ്ങനെയല്ല, നമ്മൾ ജീവിക്കുമ്പോൾ മാന്യം മര്യാദയ്ക്ക് ജീവിക്കണം.